അവന്റെ രക്ഷയുടെ ഏറ്റവും പരമമായ ധ്യാന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ നമ്മൾ പെസഹ ആഘോഷിച്ചു. പെസഹ ആഘോഷിച്ചതിന്റെ പൂർത്തീകരണമാണ് ഇന്ന് നാം ഈ ആരാധന മധ്യേ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതും. യഹൂദരുടെ വിശ്വാസപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അതുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും കുരിശിൽ മരിച്ചതും ഒരേ ദിവസം തന്നെയാണ്. ഇന്നലെ 6 മണിക്ക് പെസഹ ആരംഭിച്ചു. അവിടുന്ന് അപ്പമെടുത്ത് കരങ്ങളിൽ ഉയർത്തി ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് വിഭജിച്ചു കൊടുത്തു. പാനപാത്രമെടുത്ത് വാഴ്ത്തി ഇതെന്റെ രക്തമാണെന്ന് അവർക്ക് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം ഗത്സമനിൽ പോയി പ്രാർത്ഥിക്കുന്നതിന്റെ ഓർമ്മയായി ദിവ്യകാരുണ്യം സക്കറാരിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. വെള്ളിയാഴ്ച 3 മണിക്ക് അവിടുന്ന് മരിച്ചു എന്നാണ് പറയുക. അതായത് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അത് ഒരേ ദിവസം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തിരുക്കർമ്മങ്ങൾ എങ്ങനെയാണ്, എപ്രകാരമാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്രകാരമാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്? ഉറക്കെ പറ. സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണോ? സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളിയിലെ തിരുക്കർമ്മങ്ങൾ സീറോ മലബാർ റീത്തിൽ ആരംഭിക്കുന്നത് പ്രകാരമാണ്. ജനങ്ങളെല്ലാവരും കരങ്ങൾ കൂപ്പി നിൽക്കുമ്പോൾ പ്രധാന പുരോഹിതൻ അവൻ ശുശ്രൂഷകളുടെ അകമ്പടിയോടെ വന്നിട്ട് ഗായക സംഘം ഗാനം ആലപിക്കും. കഴിയുമെങ്കിലീ പാനപാത്രമെൻ പ്രിയതാതാ മാറ്റിത്തരണമേ, താണു ദൈവത്തിൻ സുനുഭൂമിയിൽ വീണു താതനോടർത്തിച്ചു. നിങ്ങൾ ഈ ആരാധനാക്രമത്തിൽ ആരംഭത്തിൽ ഭക്തിയോട് പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ ഈശോ ഗത്സമനി അനുഭവിച്ച കഠിനമായ വേദനയാണ് ഈ തിരുക്കർമ്മങ്ങളുടെ ആരംഭത്തിൽ നാം കണ്ടത്. 3 ആവർത്തി പിതാവായ ദൈവത്തോട് മണ്ണിൽ വീണ് കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഇതൊന്ന് എടുത്തു മാറ്റി തരണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, സഹനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അത് ഏതൊരു വ്യക്തിയാവട്ടെ, മനുഷ്യനാകട്ടെ ദൈവമാകട്ടെ, സഹനം ആരും ആഗ്രഹിക്കുന്നില്ല. വേദന ആരും ആഗ്രഹിക്കുന്നില്ല. ഒരാൾക്കും അപഹാസ്യരാവുക, നിന്ദരാവുക ആർക്കും താല്പര്യമില്ല. യോസേഫൂസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നത് പ്രകാരമാണ്, ഈശോ ബാലനായിരുന്നപ്പോൾ ദേവാലയത്തിൽ പോയിട്ടുണ്ട്, പല ആവർത്തി പോയിട്ടുണ്ട് പെസഹായ്ക്ക്. പെസഹ നാളുകളിൽ രാഷ്ട്രീയ കുറ്റക്കാരെ കഴിവിലേറ്റിയിരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് വന്ന ഈ റോമാക്കാർ ഏറ്റുവാങ്ങിയ ഈ കുരിശുമരണം എന്ന് പറയുന്നത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും മൃഗീയമായ മരണമാണെന്ന് പറയണേ. 3 ആളുകളിൽ ഇവരങ്ങനെ തൂങ്ങപ്പെട്ട് പൂർണ്ണ നഗ്നരായി നിൽക്കുമ്പോ കഴുകന്മാർ വട്ടമിട്ട് പറക്കും ഇവരുടെ പ്രാണന് വേണ്ടിയിട്ട്. ജനക്കൂട്ടം മാറിക്കഴിയുമ്പോൾ കഴുകന്മാർ പറന്നിറങ്ങി ആദ്യം അവരുടെ കണ്ണു കൊത്തി പറിച്ചെടുക്കും.
ചമ്മട്ടിയുടെ ഏറ്റവും വീണും അസ്ഥിയിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന മാംസങ്ങൾ അവർ കൊത്തി ഭക്ഷിക്കും ജീവനുള്ള ശരീരത്തിൽ നിന്ന്. കഴുകനെ ഒന്ന് ആട്ടി ഓടിക്കാൻ പോലും കരങ്ങൾ ഉയർത്താൻ സാധിക്കാതെ ആണികളാൽ ബന്ധിക്കപ്പെട്ട് ഈ മനുഷ്യൻ പിടയണത് ബാലനായ യേശു കണ്ടിട്ടുണ്ടത്രേ. അവർ അസഭ്യങ്ങൾ പറയും. അതുകൊണ്ട് യോഹന്നാൻ കുരിശിൻ കീഴിൽ മറിയം നിന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീകൾ നിന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീകൾ ആരും കുരിശിനടുത്തേക്ക് പോകത്തില്ല. എന്തെന്നാൽ ഒരു അമ്മയുടെ ഹൃദയത്തിന് താങ്ങാവുന്നതിലും ഭീകരമാണ് ആ കാഴ്ച. കൂടാതെ കുരിശിൽ കിടന്നവര് പൂർണ്ണ നഗ്നരായിരുന്നു. എന്നിട്ടും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ അമ്മയും സ്ത്രീകളും യോഹന്നാനും ഒക്കെ കുരിശിൻ ചുവട്ടിൽ നിന്നു എന്ന് കരുതുമ്പോൾ സ്നേഹമുള്ള ദൈവമേ, എന്തുമാത്രം സ്നേഹം പരിശുദ്ധ അമ്മയ്ക്ക് മഗ്ദലന മറിയത്തിനൊക്കെ ഈശോയോടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പോകുന്നത് ഭീകരമായ മരണമാണ്. അത് ഭീകരമാണ്. സ്നേഹമുള്ളവരെ, ഒരു കയറ് തൂങ്ങി ചാകുന്ന പോലെയല്ല അത്. ആ യാത്രയിൽ അവര് എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു ധാരണയുമില്ല. നമുക്കറിയാമല്ലോ, ഈശോയർ മുഖത്തടിക്കുന്നു, കാർക്കിച്ച് തുപ്പുന്നു. ഈശോയ്ക്ക് അറിയാം എന്തൊക്കെ അവർ ചെയ്യുമെന്ന്. ഈ കുരിശിൽ കാണുന്ന ഈശോയ്ക്ക് ഈ തുണി ഉടുപ്പിച്ചത് മനുഷ്യനാണ്, കലാകാരനാണ്. അവൻ പൂർണ്ണ നഗ്നനാണ്. അവന്റെ ശരീരം മുഴുവനും തുപ്പലുകളാണ്, കാർക്കിച്ച് തുപ്പിയതിന്റെ. നമുക്കറിയാമല്ലോ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്, മാംസം അസ്ഥിയിൽ നിന്ന് വേർപെട്ട് അവൻ പിടയുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, കുരിശിന്റെ വഴിയിലൂടെ നാം ഇന്നിങ്ങനെ യാത്ര ചെയ്യുമെന്ന്, ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. കത്തോലിക്ക സഭയിൽ ഇന്ന് സഭ അനുഷ്ഠിക്കുന്ന രീതിയിലുള്ള കുർബാനയില്ല. ഇന്നത്തെ കുർബാനയില നിങ്ങൾ പങ്കുകാരായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുർബാനയാണ് ഈശോയുടെ ശരീരം. ഇന്നത്തെ കുർബാനയാണ് ഈശോയുടെ ശരീരം. ആദരണീയനായ എഴുത്തുകാരനും ഗാനരചയിതാവുമായ ഫാദർ ബിനോജ് മുളവരിക്കൽ എഴുതിയ മനോഹരമായ ഒരു കീർത്തനമുണ്ട്. അത് സഭയുടെ പ്രബോധനമാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എക്ലേസിയ യൂക്രിസ്തിയ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന പ്രകാരമാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ കുരിശാകുന്ന അൾത്താരയിൽ ചുട്ടെടുക്കപ്പെട്ട അപ്പമാണ് പരിശുദ്ധ കുർബാന. ആദ്യത്തെ ബലിപീഠം എന്ന് പറയുന്നത് ഈശോ ബലിയർപ്പിച്ച ഈ കുരിശാണ് അത്രേ. അതുകൊണ്ട് അച്ഛൻ എങ്ങനെ പാടിയത്, ഗായക സംഘം കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്ത് അച്ഛൻ കേട്ടു. ക്രൂശാകും മേശയിൽ സ്നേഹക്കാനലിൽ ചുട്ടെടുത്തപ്പമേതാ സ്വർഗം പാകം ചെയ്തപ്പമേതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്ത അപ്പം ഇതാ. ഇന്ന് നിങ്ങൾ ഈ അപ്പം തൊട്ട് മുത്തിക്കൊണ്ടു പോകും. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു ഓസ്തിയിൽ നാഥന്റെ രൂപം. എത്ര മനോഹരമാണ് ഇന്നത്തെ ദിവസം. എത്ര മനോഹരമാണ് ക്രിസ്ത്യാനിയുടെ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. കുരിശിൻ ചുവട്ടിൽ അമ്മ സ്വന്തം കരങ്ങളിൽ പുത്രനെ ഏറ്റുവാങ്ങും. ഏതനിൽ കാണാത്ത കനിയെ, മരുഭൂവിൽ പെയ്യാത്ത മന്നയെ, കാൽവരിച്ചോട്ടിലെന്നമ്മ കൈകളിൽ ഏതിയൊരു നിധിയെ. നമ്മൾ കുർബാന കരങ്ങളിൽ ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ
പരിശുദ്ധമ്മ സ്വന്തം മകന്റെ ഉടല് മടിയിൽ വെച്ച ഒരു രൂപമാണെന്നാണ് കവി പറയുന്നത്. കരങ്ങളിൽ നമ്മൾ സ്വീകരിക്കില്ല, നാവിൽ സ്വീകരിക്കും. സ്നേഹമുള്ള ദൈവമക്കളെ, പക്ഷെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ ദുഃഖവെള്ളി എന്താണെന്നതിന്റെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ അച്ഛൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞ ആരംഭത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്വന്തം മകൻ പ്രാർത്ഥിക്കുക, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പിതാവായ ദൈവം ആ മകന്റെ പ്രാർത്ഥന കേട്ടോ? സ്വന്തം മകൻ രക്തം ചിന്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന പിതാവായ ദൈവം കേട്ടുവോ ഇല്ലയോ? കേട്ടില്ല പ്രിയമുള്ളവരെ. പിന്നെ ആരോടാ നമ്മൾ പ്രാർത്ഥിക്കണേ? ഈ ദുഃഖവെള്ളി നൽകുന്ന ധ്യാന ചിന്ത തന്നെയാണ്. സ്വന്തം മകന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ കാത് കൊട്ടിയടച്ച ഒരു അപ്പൻ, സ്വന്തം മകന്റെ രോദനത്തിന് നേരെ കണ്ണുകൾ ഇറുക്കി അടച്ച ഒരപ്പൻ. നമ്മളിന്ന് ദുഃഖവെള്ളി അവസാനിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന കേൾക്കാത്ത മകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരപ്പൻ, ആ മൃതശരീരം തൊട്ടുമുത്തി നമ്മൾ ഭവനങ്ങളിലേക്ക് മടങ്ങും. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം നിശബ്ദനായതുപോലെ തോന്നും. ദൈവം ഒരു ഭീകര രൂപം കൊണ്ട് കടലിനെ പോലെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരമില്ലെന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ട് എനിക്ക് ഈ സഹനങ്ങൾ എന്നൊക്കെ നമ്മൾ തോന്നും. ദൈവമേ, ഞാൻ എന്ത് അപരാധം ചെയ്തിട്ടാണ് ഞാൻ ഈ സഹിക്കുന്നത്? എന്ത് അപരാധം ചെയ്തിട്ടാണ് എനിക്ക് ഈ ദുഃഖം? എന്ത് അപരാധം ചെയ്തിട്ടാണ് എനിക്ക് ഈ മാറാ രോഗം? എന്ത് അക്രമം ചെയ്തിട്ടാണ് ദൈവമേ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ എന്നെ തനിച്ചാക്കി യാത്രയായത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്റെ പെങ്ങള്, എന്റെ ആന്റിയുടെ മകള്, സ്വന്തം എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ മകള് മരണപ്പെട്ടു എന്ന വാർത്തയാണ് എന്റെ കാതുകളിലേക്ക് എത്തിയത്. ഇതിന് പ്രായം വന്നതിൽ 50 വയസ്സേ ഉള്ളൂ. രാവിലെ പള്ളിയിൽ കുർബാന അർപ്പിച്ചതിന് ശേഷം അളിയനും പെങ്ങളും കൂടെ ബൈക്കിന് ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു വലിയ ട്രക്ക് സൈഡിൽ വന്ന് തട്ടുകയും പെങ്ങൾ ട്രക്കിനടിയിലേക്ക് പോവുകയും ഓപ്പോസിറ്റ് ദിശയിലേക്ക് റോഡിന്റെ ഇടതുവശത്തേക്ക് അളിയൻ മറഞ്ഞു വീഴുകയും ചെയ്തു. പെങ്ങളുടെ അരക്കെട്ടിന് മുകളിലൂടെ ലോറിയുടെ പിൻഭാഗത്തെ ടയർ കയറി ഇറങ്ങി. അന്നുവരെ നടന്നിരുന്ന അവൾ നിലവിളിക്കാൻ പോലും ശേഷിയില്ലാതെ ടാറിൽ രക്തം പൊലിഞ്ഞുകൊണ്ട് പ്രാണന് വേണ്ടി പിടഞ്ഞു. വീണെടുത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് അളിയൻ ചെന്നിട്ട് അവളെ കരങ്ങളിലെടുത്ത് സ്വന്തം ഭാര്യയെ മേഴ്സി എന്ന് വിളിച്ചു. അവളൊന്ന് കണ്ണു ചിമ്മി കണ്ണടച്ചു. അതിരം ശബ്ദിച്ചില്ല. ഒരു വല്ലാത്ത മരണമായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തിനാണ് ദൈവമേ നീ ഇത്രമാത്രം ക്രൂരനാണോ? കൊറോണ കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഒരു അവസാന ഘട്ടമാണ്. മരിച്ചടക്ക് കഴിഞ്ഞു. മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഏതാനും ചിലർ മാത്രമേ വീട്ടിലുള്ളൂ. സന്ധ്യയായപ്പോൾ ഞാൻ അളിയന്റെ വീട്ടിൽ ചെന്നിട്ട് അളിയൻ ആളൊഴിഞ്ഞ പന്തലിൽ, അന്നുവരെ മൃതശരീരം വെച്ച ആ പന്തലില്, അവളുടെ ശരീരം വെച്ച് പ്രാർത്ഥിച്ച ആ പന്തലില് കസാരയിട്ടിരുന്ന്
ഇങ്ങനെ ധ്യാനിക്കുന്ന അളിയനെ ഞാൻ കണ്ടു. ഇടത് കൈ ഒടിഞ്ഞതിനാൽ ഈ കരം ഒരു സ്ലിങ്ങിൽ തൂക്കിയിട്ടിരിക്കുകയാണ് പള്ളിയിൽ. അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ രാത്രി അളിയൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ദൈവം എന്തൊരു ക്രൂരനാണ്. അച്ഛാ, ദൈവം എന്തൊരു ക്രൂരനാണ്. ഞാൻ എന്ത് അപരാധം ചെയ്തിട്ടാണ് എന്നോടൊരു വാക്കുപോലും പറയാതെ, ഒന്ന് ശുശ്രൂഷിക്കുവാൻ സമയം തരാതെ, സ്നേഹിച്ച് കൊതിതീരും മുൻപ് എന്റെ ഭാര്യയെ ഇങ്ങനെ ഒരു അപകടത്തിലൂടെ വിളിച്ചിട്ട് പോയത്. അതുകൊണ്ട് അച്ഛാ, ഞാനൊന്ന് തീരുമാനിച്ചു, നാളെ മുതൽ ഞാൻ പള്ളിയിൽ പോകില്ല. അച്ഛാ, ഞാൻ നാളെ മുതൽ പള്ളിയിൽ പോകുന്നില്ല. ഇങ്ങനെ ഒരു നീചനായ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ഒന്നും എനിക്ക് താല്പര്യമില്ല. You will go to church tomorrow onwards. സ്നേഹമുള്ളവരെ, നമ്മൾ ചില അപകടങ്ങളൊക്കെ സംഭവിച്ച് ചില വീടുകളിൽ ചെല്ലുമ്പോ ചിലര് പ്രതികരിക്കുമ്പോ എന്താ പറയണ്ടേ നമുക്കറിയില്ല. പക്ഷെ എനിക്ക് സംസാരിക്കണമായിരുന്നു. എന്നാൽ ഞാൻ അവിടുത്തെ പുരോഹിതനാണ്. നഷ്ടം അവന് മാത്രമല്ല, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നോട് അളിയനോട് പറഞ്ഞു, അളിയാ, പള്ളിയിൽ പോകുകയോ പോകാതിരിക്കുകയോ അത് സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ദൈവം ഒരു ക്രിമിനലാണ്. ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം നീചനാണ്. എന്നാൽ നമ്മൾ പരീക്ഷകൾ പാസ്സാകുമ്പോൾ ദൈവം നല്ലവനാണ്. ഒരു വീട് നമുക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ദൈവം നല്ലവനാണ്. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ദൈവം നല്ലവനാണ്. ആവശ്യം ചോദിക്കുന്നതെല്ലാം നൽകി കഴിഞ്ഞാൽ ദൈവം എത്രയോ നല്ലവനാണ്. ഒരേ ദൈവത്തിന് എങ്ങനെയാ നല്ലവനും നീചനുമാവാൻ കഴിയുക? സ്നേഹമുള്ളവരെ, ഒരേ ദൈവത്തിന് എങ്ങനെയാ നല്ലവനും നീചനുമാകാൻ കഴിയുക? ഞാനിനോട് ചോദിച്ചു, അളിയ, ഭാര്യ എന്തായാലും മരണപ്പെടും. ദുഃഖവെള്ളിയിൽ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കുന്നത് ഇന്നു മുതൽ മരണം വരെ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. കർത്താവ് നിങ്ങളോട് പറയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ഇരിക്കുന്നവര്, ഇന്നു മുതൽ മരണം വരെ. ഒരാൾ എടുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടാ കർത്താവ് നിനക്ക് മറ്റൊരാളെ തരണേ. അത് മറക്കരുത്. ഒരാൾ എടുക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോൾ എന്ന് അത് കർത്താവിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനെ മറുതലിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഞാൻ അളിയനോട് പറഞ്ഞു, അളിയന് ഓർമ്മയുണ്ടോ, ഈ മേഴ്സി എന്ന് പറയുന്ന വ്യക്തി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ്. അവളുടെ ഡോക്ടർമാർ പറഞ്ഞു, വിവാഹം കഴിക്കാൻ, പക്ഷെ ഗർഭിണിയാകരുത്, കുഞ്ഞുങ്ങളുണ്ടാകരുത്. എന്റെ വീട്ടിലാണ് ഈ മേഴ്സി, എന്റെ പെങ്ങള് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, വിശ്രമിച്ചുകൊണ്ടിരുന്നത് സർജറിക്ക് ശേഷം. ജീസസ് യൂത്തിലെ ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാക്കാരിൽ ഒരാളായിരുന്നു അന്ന് ലൂയിസ് എന്ന് പേര് കേട്ട എന്റെ അളിയൻ. ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മദ്യപന്മാരെയും കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ വ്യക്തികളെയും ഒക്കെ ജീപ്പില് ബലപ്രയോഗം നടത്തി പിടിച്ചുകൊണ്ടുപോയി പോട്ട ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയിടുന്ന ഒരു യുവ നേതാവായിരുന്നു ഈ വ്യക്തി, സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തി. അന്ന് വീട്ടിൽ വന്ന് ഈ പെങ്ങളെ കണ്ടപ്പോൾ അളിയൻ പറഞ്ഞു, ഞാൻ അവൾക്ക് ഒരു ജീവിതം കൊടുക്കാം. അങ്ങനെയാണ് മേഴ്സിയെ സ്വീകരിച്ച് വിവാഹം കഴിക്കുന്നത്, ലൂയിസ് എന്ന് പറയുന്ന വ്യക്തി. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞതിനൊക്കെ മറികടന്നുകൊണ്ട് ആദ്യ മാസങ്ങളിൽ തന്നെ അവൾ പ്രഗ്നന്റ് ആവുകയാണ്. ഇതറിയാവുന്ന ഏതാനും ചിലരുടെ ഉള്ളിൽ തീയാണ്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയാകരുതെന്നാണ്. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെടും. ചികിത്സിച്ച ഡോക്ടറുടെ അടുത്ത് ഇവര് ചെന്നു. ഡോക്ടറുകൾ ശകാരിച്ച് പുറത്തിറക്കിയവരെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്? ഒരുപക്ഷെ നിനക്ക് നിന്റെ ഭാര്യ നഷ്ടപ്പെടും, അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെടും, ചിലപ്പോൾ കുഞ്ഞിനെ കിട്ടും, അല്ലെങ്കിൽ
നിനക്ക് രണ്ടുപേരും ഒരുപക്ഷെ നഷ്ടപ്പെടുമായിരിക്കാം. നിനക്ക് ആര് വേണം? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എനിക്ക് രണ്ടുപേരും വേണം. പിന്നീട് ആ ഡോക്ടറുടെ അടുത്ത് പോയില്ല, മറ്റു ഡോക്ടർമാരുടെ അടുത്ത് പോയി പള്ളിയായ പള്ളികൾ മുഴുവനും കയറി പ്രാർത്ഥിച്ച്, സ്നേഹമുള്ള ദൈവമക്കളെ, വൈദ്യശാസ്ത്രം തോറ്റു, ഇവരുടെ വിശ്വാസം ജയിച്ചു. ഒരു പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകി. രണ്ടുപേരും ജീവിച്ചു, ആരും മരിച്ചില്ല. 3 വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും ഗർഭിണിയായി രണ്ടാമതൊരു ആൺകുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയാണ്. വൈദ്യശാസ്ത്രം വീണ്ടും തോറ്റു, ദൈവം ജയിച്ചു. ഇപ്പൊ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ ഇതൊന്നും മറക്കരുത്, അന്ന് ദൈവം ഏറ്റവും നല്ലവനാണ് അല്ലേ? വൈദ്യ ഡോക്ടർമാർ പറഞ്ഞതിനെ മറികടന്നുകൊണ്ട് ഒരു അത്ഭുത ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം നല്ലവനാണ്. ഇനി ഞങ്ങളുടെ ഇടവകയില് ഒരു കപ്പ്യാരുടെ ഒഴിവ് വരികയാണ്. കപ്പ്യാരുടെ ഒഴിവ് വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇടവക ദേവാലയത്തിലേക്ക് കപ്പ്യാരുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നു. 2 പേരാണ് അപേക്ഷിച്ചത്. ഒന്ന് കേവലം പെയിന്റിങ്ങിന്റെ പണിക്കും രാവിലെ 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് പത്രമിടാൻ പോകുന്ന എന്റെ അളിയൻ. രണ്ടാമത്തത് അന്നത്തെ വേദപാഠത്തിന്റെ ഹെഡ് ടീച്ചർ HM. നിങ്ങൾ പറ, ആരാണ് യോഗ്യൻ? ആരാണ് യോഗ്യൻ? പൊതുയോഗം പറഞ്ഞു യോഗ്യനായിരിക്കുന്നത് വേദപാഠത്തിന്റെ HM ആണ്. പക്ഷെ അന്ന് വയോവൃദ്ധനായ വൈദികൻ, അദ്ദേഹം മരിച്ചുപോയി, ജോർജ് കാളൻ എന്ന് പറയുന്ന വൈദികൻ, അദ്ദേഹം പറഞ്ഞു, HMന്റെ പണി ചെയ്താൽ മതി. ഈ ദേവാലയത്തിൽ ശുശ്രൂഷയാകുവാനായിട്ട്, കപ്പ്യാരാകുവാനായിട്ട് ആവശ്യം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പത്രമിടാൻ പോകുന്ന വ്യക്തിയാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ അരമനയിലേക്ക് പോയിക്കൊള്ളൂ. അപ്പോൾ അന്ന് എന്റെ അളിയൻ നാളെ മുതൽ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം നാളെ മുതൽ പള്ളിയിൽ കപ്പ്യാരുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ദൈവം എത്രമാത്രം ഒരുക്കിയിട്ടാണ്. 2 മക്കള് ഇന്ന് യൗവന പ്രായത്തിൽ ഒരാൾ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, മറ്റവരും ഡിഗ്രിക്ക് പഠിക്കുന്നു. ഈ സമയത്താണ് ദൈവം സ്വന്തം ജീവിത പങ്കാളിയെ തിരിച്ചെടുത്തത്. അത് അപകട മരണം, നല്ല മരണമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് രാവിലെ കുർബാന സ്വീകരിച്ച ഏറ്റവും ഒരുക്കത്തോടുകൂടി സ്വന്തം ഭർത്താവിന്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളിൽ കിടന്നുകൊണ്ട് പ്രാണൻ വെടിയുന്നത് എങ്ങനെയാ ഒരു ദുർമരണമാകുന്നത്? ഏറ്റവും നല്ല മരണമല്ല. ഒരു ജീവിത പങ്കാളി അടുത്തുണ്ടായിരിക്കണമെന്നാണ് മരണസമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന. അങ്ങനെ ഏറ്റവും അടുത്ത് ദൈവം ഇവരെ വിളിച്ചു. ഒരു കപ്പ്യാരത്തിൽ അർപ്പിക്കുന്ന എല്ലാ ബലികളിലും അയാൾക്ക് പങ്കാളിയാകാൻ പറ്റും. എല്ലാ ദിവസവും സെമിത്തേരിയിൽ പോകാൻ പറ്റും. സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി ഇത്രമാത്രം ദൈവം ക്രമീകരിച്ചു തന്നിട്ട് പിന്നീട് ദൈവം തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിൽ അർത്ഥമില്ല അളിയ. അതുകൊണ്ട് അളിയൻ ഈ മുട്ടാപ്പോക്ക് പറയാതെ സാധിക്കുമെങ്കിൽ നാളെ പള്ളിയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇനി പള്ളിയിൽ വരണ്ട. അളിയന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ വീട് വിട്ടിറങ്ങി. ഒന്നും പറഞ്ഞില്ല. പിന്നെ സ്നേഹമുള്ള ദൈവമക്കളെ, പിറ്റേ ദിവസം ഞങ്ങളുടെ ഇടവകയില് 6 മണിക്കാണ് ആദ്യത്തെ കുർബാന അർപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ അച്ഛന്മാര് വരും. ഞങ്ങളൊക്കെ വരുമ്പോ വികാരിച്ച് ഞങ്ങൾക്ക് ചാൻസ് തരാറുണ്ട്. ഞാൻ ഇടവക പള്ളിയിൽ ചെല്ലുമ്പോ 5:30 മണിക്ക് ഞാൻ ചെല്ലുമ്പോ കണ്ട കാഴ്ച, ഒടിഞ്ഞ കൈ ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ട് ഒരു കൈ കൊണ്ട് അൾത്താര വിരിമാറ്റി അൾത്താരയിൽ തിരി വെച്ച് കാസയും പീലാസയും എടുത്തു വെച്ച് അൾത്താര ഒരുക്കുന്ന അളിയനെ ഞാൻ കണ്ടു. ഇന്നത്തെ കുർബാനയ്ക്ക് അദ്ദേഹം ലേഖനം വായിച്ചു കരഞ്ഞുകൊണ്ട്. കുർബാന കഴിഞ്ഞപ്പോ എന്നെ വന്ന് എന്റെ കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജനസനച്ച, ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കർത്താവ് നഷ്ടമാകുമായിരുന്നു. അച്ഛാ, ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്ന് വഴക്ക് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കർത്താവ് നഷ്ടമാകുമായിരുന്നു. സ്നേഹമുള്ള ദൈവമക്കളെ, ചില പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം കണ്ണടയ്ക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയണം. ചില പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം കാതടയ്ക്കുമ്പോൾ മനസ്സിലാക്കാതിനപ്പുറത്ത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.
അതാണ് ഇനി മൂന്നാം നാൾ കാണുന്ന ഉയർപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തില് ഒരു രോഗം വരുമ്പോ, ഒരു സഹനം വരുമ്പോ, ഒരു കലഹം വരുമ്പോ ഇനി പള്ളി വേണ്ട, ഇനി ദേവാലയം വേണ്ട എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഒരു മാരക പാപം പിന്നെ എന്താ ഉള്ളത്? നിങ്ങളൊക്കെ പ്രവാസികളാണ്. എത്രയോ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്ക് വിസ കിട്ടി നിങ്ങളിവിടെ വന്നത്. എന്നിട്ട് നിസ്സാര കാര്യം പറഞ്ഞിട്ട് ഞായറാഴ്ച കുർബാന മുടക്കുമ്പോൾ, ദേവാലയത്തെ നിങ്ങൾ തള്ളിപ്പറയുമ്പോൾ, പുരോഹിതർക്കെതിരെ നിലകൊള്ളുമ്പോൾ, പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുമ്പോ ഒരു പണിയുമില്ലാതെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഇതിനും വലിയ മാരക പാപം പിന്നെ എന്താ ഉള്ളത്? സ്നേഹമുള്ളവർ, ദേവാലയത്തിൽ കുർബാന അർപ്പിക്കപ്പെടുമ്പോ ഈശോ നിനക്ക് വേണ്ടി കൂടെ വീണ്ടും മരിക്കുകയാണ്, വീണ്ടും അടിക്കപ്പെടുന്നു, വീണ്ടും ചോരുന്നവയാണ്. ആ സ്നേഹം മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുമ്പോ എന്റെ കാഴ്ചപ്പാടിൽ അതൊരു മാരക പാപമാണ്. ചുമ്മാ നിങ്ങൾ മുട്ടുകുത്തിയുന്നത് ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നിട്ടില്ല, പള്ളി പോയിട്ടില്ല എന്നല്ല പറയേണ്ടത്. കണ്ണീര് പൊടിഞ്ഞു പറയണം, ഞാൻ എന്റെ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. അവിടുന്ന് ഇല്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും കൂടി ഇരിക്കുവോ? സ്നേഹമുള്ളവരെ, കർത്താവ് കരം പിടിച്ചതുകൊണ്ട്, കർത്താവ് കഴിവ് തന്നുകൊണ്ടോ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണേ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ദൈവഹിതം ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. ഒരു നിമിഷം ഈശോയ്ക്ക് പ്രലോഭനം വന്നപ്പോൾ അവൻ പറഞ്ഞു, കഴിയുമെങ്കിൽ ഇത് എടുത്തു മാറ്റണമേ. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞു, പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ഹിതമാണ് ചില സഹനങ്ങളും രോഗങ്ങളും മരണങ്ങളും. ദൈവത്തിന്റെ ഹിതമാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിന്റെ പിറകിൽ ഒരു വലിയ ഉത്തരമുണ്ട്. ഇന്ന് നമ്മൾ തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, കർമ്മ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ അച്ഛനൊറ്റ അപേക്ഷയുള്ള സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇന്ന് വന്നവരെയും ദേവാലയത്തിൽ വരാത്തവരെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു കാരണം പറഞ്ഞു പോലും ദൈവത്തെ നിങ്ങൾ തള്ളിപ്പറയരുത്, ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മൾ കാണേണ്ടത്, അനുഭവിക്കേണ്ടത് ഈ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ്. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ദൈവം മാത്രമാണ്. വേളി കഴിച്ച ഭർത്താവ്, ഭാര്യ നമ്മൾ ഒരു നാൾ ഇട്ടേച്ചു പോകും. മരണം മൂലമോ അല്ലാതെയോ മക്കൾ നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിച്ചു പോകും. പക്ഷെ ഈശോ പറയുന്നുണ്ടല്ലോ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഒരു കൊച്ചുദരത്തിൽ വന്നു കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ അമ്മ പോലും അറിയണേ ഞാൻ ഗർഭിണിയാണ്. ഒറ്റ മാസം കൊടുക്കും. അപ്പോഴാണ് അമ്മയും അപ്പനും അറിയണേ ഈ കൊച്ചുദരത്തിലുണ്ടെന്ന്. അപ്പോൾ അതിനു മുൻപേ ആ കൊച്ചിനെ അറിഞ്ഞവനുണ്ട് ദൈവം. ദൈവം പറയാതെ ഒന്നും നടക്കില്ല. ഒന്ന് കരങ്ങൾ കൂപ്പിയൊന്ന് മിഴികളടച്ച്, സ്നേഹമുള്ളവർ പക്ഷെ പറയുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് കരങ്ങൾ കൂപ്പിയൊന്ന് മിഴികളടച്ച്, കരങ്ങൾ കൂപ്പി മിഴികളടയ്ക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സഹനം, വേദന, നിന്ദയായിരിക്കാം, ഒരുപക്ഷെ ഒരു കലഹമായിരിക്കാം. നീ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല എന്ന് എനിക്കൊരു പരാതിയായിരിക്കും. കർത്താവിനൊന്ന് സമർപ്പിച്ച് കുരിശിന്റെ രൂപത്തിലുള്ള ക്രിസ്തുവിനോടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇതിലെന്തോ നിന്റെ ഹിതമുണ്ട്, അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ സഹനത്തിൽ നിന്റെ ഹിതമുണ്ട് ഈശോയെ, അതെനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ കൂപ്പിക്കൊണ്ട് തന്നെ കണ്ണുകളടച്ച് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.